ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജെസ്സി സാബു. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. 2019 ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ ജോലി സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ്. അതങ്ങനെ പോയി. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും രണ്ടാമത് ഞാൻ പുതുക്കിയ സമയത്ത് പക്ഷേ അത് കൃത്യമായിട്ട് നോക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. എൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോളുടെ കല്യാണം വന്നു. അതൊക്കെ ഭംഗിയായി നടന്നു. ഞാൻ ആ കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി. ഉടമ്പടിയെന്നോ അതിനെപ്പറ്റിയൊന്നോ ആ കാശ് രൂപമോ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് ഒരു ജപമാലയിൽ കൊരുത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇട്ടുകൊണ്ട് നടക്കുമെന്നല്ലാതെ അതിൻ്റെ പ്രാധാന്യങ്ങളെല്ലാം ഞാനങ്ങ് മറന്നു. അങ്ങനെ മോളുടെ കല്യാണം നല്ല ഭംഗിയായി കോവിഡിൻ്റെ ഇടയിൽ തന്നെ ഭയങ്കര അതിശയമായ രീതിയിൽ നടന്നു. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് നല്ലൊരു കുടുംബത്തിൽ നിന്ന്, പ്രാർത്ഥനയുള്ളൊരു കുടുംബത്തിൽ നിന്ന് തന്നെ നല്ലൊരു മരുമോനെ കിട്ടി. അതൊന്നും ഞാൻ ഓർത്തില്ല. അതൊക്കെ ഓർക്കാൻ എനിക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഞാനതൊക്കെ ഓർക്കാനായിട്ടുള്ള കാരണം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് വളരെ സന്തോഷമായ രീതിയിൽ ഷോപ്പിങ്ങിന് പോവുക, അവരോടൊക്കെ ഇറങ്ങിയടിക്കുക, പ്രത്യക്ഷണ പ്രാർത്ഥന, ഇതൊന്നും ഞാൻ ചെല്ലുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഡിസംബർ 6-ാം തീയതി 7-ാം തീയതി എന്ന് പറയുന്നത് മാതാവിൻ്റെ പ്രത്യക്ഷണത്തിൻ്റെ ദിവസമാണ്. 6-ാം തീയതി ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായ തലവേദന വന്നു. എനിക്ക് മൈഗ്രെയിൻ അങ്ങനെ ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഞാൻ അതൊന്നും അത്ര കാര്യമാക്കിയില്ല. എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കും, മൈഗ്രെയിൻ അങ്ങ് മാറും. ഇത് ഭയങ്കര സിവിയറായി. എൻ്റെ കണ്ണിൻ്റെ ഈ 2 സൈഡിൽ നിന്നാണ് വേദന വരാൻ പോകുന്നത്. അത് അടുത്തൊരു സാധാരണ എപ്പോഴും തലവേദന വരുമ്പോൾ കൊണ്ട് കാണിക്കുന്നൊരു ക്ലിനിക്കുണ്ട്, അവിടെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവർ ഒരു 1 വീക്കിലേക്കുള്ള ടാബ്ലറ്റ് തന്നു. അത് കഴിച്ചതൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ആ രീതിയിലുള്ള തലവേദനയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും അവർ നോക്കിയിട്ട് പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് 1 വീക്ക് ടാബ്ലറ്റ് തന്നു. അതും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പതുക്കെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അങ്ങ് മങ്ങാൻ തുടങ്ങി. എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതത്രയും സീരിയസ് ആയി ഒന്നും എടുത്തില്ല. കണ്ണിൻ്റെ അത് നിസ്സാരമാക്കി അങ്ങ് കണ്ടു. അപ്പം പിന്നെ ഒരു 1 വീക്ക് ടാബ്ലറ്റ് കഴിച്ച് വീണ്ടും ചെന്നപ്പോഴത്തേനും അത് ഡോക്ടർ പറഞ്ഞു ഇത് നമുക്കൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യാൻ കൊണ്ടുചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞു ഒരു ന്യൂറോയെ കാണിക്കണം, ഇത് കുറച്ച് സീരിയസ് ആയ സംഭവമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ന്യൂറോയെ കണ്ടപ്പോഴത്തേന് പറഞ്ഞു ഇത് ഉടൻ തന്നെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്തു കഴിയുമ്പോൾ ഈ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്നാണ് വിചാരിച്ചത്. ഒരു കണ്ണിന് 85%, ഒരു കണ്ണിന് 64% മാത്രമേ എൻ്റെ കണ്ണിന് കാഴ്ച ഉള്ളായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എന്നെ പിടിച്ചുകൊണ്ടായിരുന്നു നടത്തുന്നത് എല്ലായിടത്തും. പക്ഷേ അന്നേരമൊന്നും എനിക്കൊരു ഭയമോ അങ്ങനെയൊന്നും പേടിയോ ഒന്നും എനിക്ക് തോന്നിയില്ല. ഞാനെപ്പോഴും ജപമാല ചൊല്ലി, കർണക്കൊന്ത അങ്ങനെയൊക്കെ ചൊല്ലി ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ഇതിനെപ്പറ്റി എനിക്കൊരു ഗൗരവമായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കൊണ്ടുപോയി പറഞ്ഞിത് കണ്ണിൻ്റെ കാഴ്ച എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് ശ്രീചിത്രയിലോട്ട് റെഫർ ചെയ്ത് വിടാമെന്നും പറഞ്ഞിട്ട് 2020 ഇതൊക്കെ ശ്രീചിത്രയിലോട്ട് റെഫർ ചെയ്ത് വിട്ടു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ അവർ നേരം വെളുത്ത് 3 മണി തൊട്ട് ടെസ്റ്റ് തുടങ്ങും, MRI തുടങ്ങും, എല്ലാം ചെയ്തിട്ടും കണ്ണിൻ്റെ കാഴ്ച പോയത് എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കുറേ ടെസ്റ്റുകൾ നടത്തി. ലാസ്റ്റ് അവസാനം ഒരു ചൈതന്യ എന്നും പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി. അങ്ങനെയാണ് ലാസ്റ്റ്, അതും മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടേനെ. അങ്ങനെ അവർ സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഇത് പൂർണ്ണമായിട്ടും തിരിച്ച് കിട്ടത്തില്ല ഈ കണ്ണിൻ്റെ കാഴ്ച, ഇത്രയുമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്യാൻ പോകും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പറഞ്ഞു ഇത്രയുമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പേടിയൊന്നുമില്ല. അവിടെ ചെന്നിരുന്നും ജപമാല എൻ്റെ കയ്യിൽ എപ്പോഴും കാണാം. അതെടുത്ത്, ഞാനൊരു മർത്തോമക്കാരിയാണ്, എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് മർത്തോമയിലാണ്. അപ്പം ജപമാലയൊക്കെ ഞാൻ ജനിച്ചു വളർന്നത് കാതലിക് ആയതുകൊണ്ട് എനിക്ക് ഈ ജപമാലകളെല്ലാം അറിയാമായിരുന്നു. ഞാനതിങ്ങനെ കാണാപ്പാടം ചൊല്ലിക്കൊണ്ടേയിരിക്കും. എവിടെ ചെന്നാലും വേറെ ആരെയും നോക്കത്തില്ല. ഞാനവിടെ ഇന്ന് ഡോക്ടർ ഇത് പറഞ്ഞപ്പോഴും ഒന്നും എനിക്ക് മനസ്സിനകത്തൊരു പേടിയോ ഒന്നും തോന്നിച്ചില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു ഇത്രയും പ്രതീക്ഷിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നിൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ എന്താ ബലം, കണ്ടില്ലേ ഇങ്ങനെ പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ 24 മണിക്കൂറും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കാഴ്ച തരാം, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഓക്കെ ശരി, എന്നാൽ നിൻ്റെ അമ്മയിൽ നിന്ന് നീ ഇത് വാങ്ങിച്ചെടുത്തു എന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഒട്ടും വിഷമിക്കാതെ തന്നെ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നു. ഉടമ്പടി എനിക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങ് വന്നാൽ മതിയെന്നായിരുന്നു ഉടമ്പടി പുതുക്കാനായിട്ട്. കണ്ണിനൊരുവിധം കാഴ്ചയായപ്പോഴത്തേനും ഞാൻ വന്നു, ഉടമ്പടി പുതുക്കി, ഉടമ്പടിയിൽ ഈ കാര്യം വെച്ചു. അച്ഛനെ കാണാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായി, ബ്ലസ് ചെയ്തു.
ഇപ്പം ലാസ്റ്റ് കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ടാബ്ലറ്റ് നമുക്ക് നിർത്താമെന്ന് പറഞ്ഞു. വേണ്ട, ഇനിയും ടാബ്ലറ്റ് കഴിക്കേണ്ട. പക്ഷേ ഇത് വീണ്ടും വരുന്നൊരു അസുഖമാണ്, അതുകൊണ്ട് ഇത് കണ്ണിൻ്റെ ഫ്ലൂയിഡ് കയറി അടയുന്നൊരു അസുഖമാണ്, അതുകൊണ്ട് ഇത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പം 1 മാസമായി ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നില്ല. ഐ ഡ്രോപ്സ് എങ്കിലും ഒഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഞാൻ അതുപോലും യൂസ് ചെയ്യുന്നില്ല. വല്ലപ്പോഴും ഒന്ന് ഓർത്താൽ ഒരു ഡ്രോപ്പ് ഒഴിച്ചെങ്കിലായി. ഇന്നിപ്പോൾ എനിക്കെല്ലാം കാണാം. എൻ്റെ ഹസ്ബൻഡ് കാണാൻ പറ്റാത്തത് പോലും ഞാൻ കാണുന്നുണ്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട്. പിന്നെ 2 പ്രാവശ്യം ഒരു കണ്ണിനിത് വീണ്ടും വന്നതുകൊണ്ട് അതിൻ്റേതായ കണ്ണിൻ്റെ ഒരു ചെറിയ ഡാമേജ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ എനിക്കൊരു കുഴപ്പവുമില്ല. മാതാവിന് 1000 നന്ദി. പിന്നെ രണ്ടാമതെന്ന് പറയുന്ന സാക്ഷി, ഇതെല്ലാം ഉടമ്പടി വെച്ചത് കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് 21 വർഷമായിട്ട് മൈഗ്രെയിൻ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മടുത്തു. അതേപോലെ ആദ്യം ടാബ്ലറ്റ് ആയിരുന്നു കഴിച്ചിരുന്നത്, പിന്നെ ഇഞ്ചക്ഷനിലേക്ക് കയറി. ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടക്സിൽ ഞരമ്പിലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ മാറും. ഇവിടെ ഉടമ്പടി എടുത്തു. ഇപ്പോൾ ഒരു 11 മാസമായി എനിക്ക് മൈഗ്രെയിൻ. എത്ര ക്ഷണിച്ചാലും, ഇപ്പം കഴിഞ്ഞ 2 ദിവസം 2 പ്രോഗ്രാമിന് പോയി വിശന്നിരുന്നിട്ട് പോലും എനിക്ക് വിശന്നൊന്നും ഇരിക്കാൻ പറ്റത്തേ ഇല്ല. വിശന്നിരുന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് പോലും എനിക്ക് തോന്നിക്കുന്നില്ല. കാരണം അത്രയും പരിപൂർണമായിട്ട് എനിക്ക് ആ തലവേദന മാറിക്കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ ഞാനിത് സാക്ഷ്യം പറയാൻ താമസിക്കുന്നുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുമായിരുന്നു. 2 പ്രാവശ്യം ഇതുപോലെ ഇവിടെ വന്നിട്ട് ഞാൻ സാക്ഷ്യം എഴുതിയിട്ട് ഞാൻ തിരിച്ചു പോയി പറയാതെ. 2 എണ്ണം കൂടെ ആകട്ടെ എന്നിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം കഴിഞ്ഞ ഒരു ദിവസം പെട്ടെന്ന് തലയുടെ പുറകിലൊരു വിങ്ങൽ പോലെ വന്ന് ഞാൻ ഉടനെ കാശ് രൂപം എനിക്ക് തോന്നി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി പോകുമെന്ന് എനിക്ക് തോന്നിച്ചു. അതുപോലെ ഞാൻ ടോയ്ലറ്റിൽ ചെന്നിട്ട് വോമിറ്റിങ്ങിൻ്റെ ഒരു ടെൻഡൻസിയൊക്കെ പെട്ടെന്ന് വന്നത് ചെയ്ത് ഞാൻ കാശ് രൂപ എടുത്ത് നെഞ്ചി പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ സാക്ഷ്യം വന്ന് പറഞ്ഞോളാം, എന്നെ ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ഒരു 15 മിനിറ്റ് കഴിയുകയും ദേഹം എല്ലാം കൂടെ വിയർത്തിട്ട് ആ വന്ന തലവേദനയായിട്ടല്ല അത് വന്ന് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു തലയ്ക്കകത്ത് പെരുപ്പ്, അത് പെട്ടെന്ന് എനിക്കത് മാറിപ്പോയത്. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ അമ്മ 2019 അമ്മയ്ക്ക് പെട്ടെന്ന് നട്ടലിൻ്റെ ഒരു വേദനയൊക്കെ വന്ന് അമ്മ നിന്ന നിപ്പിലങ്ങ് താഴെ വീണു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേന് നട്ടലിൻ്റെ ജോയിൻറ്റ് അത് വിട്ടുപോയി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അമ്മയ്ക്ക് 90 വയസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സും കൈവിട്ടു. പക്ഷെ അമ്മ രാത്രി കരച്ചിൽ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. 1 മാസം 2 മാസത്തോളം ഈ കരച്ചിൽ. ഞങ്ങൾ അവസാനം ആണുങ്ങളൊന്നും വീട്ടിലില്ല, ഞാനും എൻ്റെ നാത്തൂനും കൂടെ ഉറക്ക ഗുളിക വരെ കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാഫ് കൊടുക്കാൻ പറഞ്ഞു. അമ്മ ഉറങ്ങാതെ ഞങ്ങൾക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ടാബ്ലറ്റ് കൊടുത്ത് അമ്മ മരിച്ച പോലെ അങ്ങ് രാവിലെ എത്രയോ മണിക്കൂറുകൾ കിടന്നു. ഞാനാണെങ്കിൽ യൂട്യൂബ് ജോസഫ് അച്ഛൻ്റെ ധ്യാനം അമ്മയുടെ അടുക്കൽ നിന്നിട്ട് യൂട്യൂബിൽ കൂടെ കാണുകയും തിരുവോസ്തി അമ്മയുടെ നെഞ്ചിലും നടുവിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും തൈലം കൂടെ ഇത് ചെയ്ത് കൊടുക്കുകയും ജപമാല ഒരുപാട് മുട്ടുമേൽ നിന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒത്തിരി ജപമാല ഞാൻ ചൊല്ലി. അങ്ങനെ ഇപ്പം 3 വർഷമായി. അത് ഞാൻ ഒത്തിരി താമസിച്ചു അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ അമ്മ ഇപ്പോൾ ദാണ്ട് 92 വയസ്സ് കഴിഞ്ഞു. അമ്മ ഇപ്പോൾ ഓടി നടക്കുകയാണ്, ഒരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യവതിയായിട്ട് ഓടി നടക്കുന്നു. പിന്നെ അതല്ലാതെ തൈലവും കാശുരൂപവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓൺ ദ സ്പോട്ടിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ. വചനം ഞാൻ ഒത്തിരി പറയുമായിരുന്നു, തലയൊക്കെ വെച്ച് വചനാഭിഷേകം ഒത്തിരി എനിക്ക് കിട്ടുമായിരുന്നു. ബൈബിൾ വാചന അതിവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് വചനം കിട്ടുക. ആ വചനം ഞാൻ എൻ്റെ തലയെ കൈവച്ച് വചനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വചനത്തിൻ്റെ ഓരോ നമ്പർ സഹിതം അധ്യായം എല്ലാം എനിക്ക് അപ്പോഴെനിക്ക് ഓൺ ദ സ്പോട്ട് അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം എനിക്കൊരു വിഷമം വന്നാലും വചനം പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഇവിടെ വന്ന് അമ്മയുടെ ആൾത്താർ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയുടെ ഈ ആൾത്താരെ വന്ന് നിന്നുകൊണ്ട് സാക്ഷ്യം പറയാനുള്ള യോഗ്യത എനിക്ക് തരണേ എന്നും പറഞ്ഞ് ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയ്ക്ക് ആ യോഗ്യത എനിക്ക് തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു.